Dear children, today we are going to discuss a new chapter, Chapter 7, The Working of Internet. It is very familiar topic. ഫിഫ്ത്ത് ചാപ്റ്ററിൽ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാൻ വാൻ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണല്ലോ ഇൻ്റർനെറ്റ്. വിവരങ്ങൾ പങ്കുവെക്കുക എന്നതാണ് ഏതൊരു നെറ്റ്വർക്കിൻ്റെയും അടിസ്ഥാനം. കമ്പ്യൂട്ടറുകളിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയലുകളായിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെ ലോകത്തെമ്പാടുമുള്ള മറ്റു കമ്പ്യൂട്ടറുകളുമായോ സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങളുമായോ ഷെയർ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഇൻ്റർനെറ്റ് നമുക്ക് നൽകുന്നു. ഇന്ന് എല്ലാം ഒരു ക്ലിക്കിലൂടെ തന്നെ ലഭ്യമാവുന്നു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് എല്ലാവരുടെയും ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത, നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. ഇൻ്റർനെറ്റ് അത്രമാത്രം എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. In the future, we don't even feel the existence of the internet. It will permanently be a part of our lives like air and water. Eric Schmidt, പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഗൂഗിളിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന എറിക് സ്മിത്തിൻ്റെ വാക്കുകളാണിത്. ഭാവിയിൽ ഇൻ്റർനെറ്റ് എന്നത് വായുവും വെള്ളവും പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവാത്ത രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകും എന്നാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഇൻ്റർനെറ്റിലെ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കാം. ഇൻ്റർനെറ്റ് മെനുവിൽ നിന്നും ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ സെർച്ച് എഞ്ചിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. www.google.com എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ കീ അമർത്തുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒത്തിരി വിവരങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കും. പിക്ചേഴ്സ് മാത്രമായിട്ടോ വീഡിയോസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ന്യൂസ് മാത്രമായിട്ടോ അങ്ങനെ ഏത് രീതിയിലുള്ള വിവരങ്ങളാണോ ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത് ആ വിവരങ്ങൾ നമുക്കിതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള നമ്മളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഇൻ്റർനെറ്റിൻ്റെ വളർച്ച. The medium of internet has grown so much that we can get answers to any queries on any topic. Huge network having infinite potential for communication is called internet. What are the advantages of the internet? Some of them are given below. Files can be copied from one computer to another. People living in far off places could see and talk to each other. We can purchase things by giving orders to the sellers through internet. We can easily share information with others. Electronic newspaper, video conferencing and e-commerce are the other advantages of the internet. Almost everything has been put into practice now. ഏത് വിഷയത്തെക്കുറിച്ചും അധിക വിവരങ്ങൾക്കായി നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഇതിനായി നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ മുൻകൂട്ടി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനെ സെർവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. A server is a computer in which website is hosted on the internet. Special programs will be installed in order to satisfy the needs of a variety of users using the services provided by the website. The server software developed by companies like Oracle and Apache are examples. The operating capacity of a server computer should be high because many people may use the website at the same time. ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറാണ് അതിൻ്റെ സെർവർ. വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള കസ്റ്റമേഴ്സാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് പ്രത്യേക പ്രോഗ്രാമുകൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. സെർവർ കമ്പ്യൂട്ടറുകൾ ദിവസം മുഴുവൻ പ്രവർത്തിക്കുകയും ടെക്നിക്കലി നന്നായി പരിപാലിക്കുകയും വേണം. അതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി വളരെ ഉയർന്നതായിരിക്കണം. സെർവർ കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കുറേയേറെ ആളുകൾ ഒരേ സമയം ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രവർത്തനശേഷി
ഹാങ് ആവാത്ത രീതിയിലുള്ള, അതിൻ്റെ പ്രവർത്തനശേഷി നിലച്ചു പോകുന്ന രീതിയിലുള്ളത് ആവരുത്. ഒറാക്കിൾ, അപ്പാച്ചെ തുടങ്ങിയവ സർവർ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ്. ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സർവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ഒറാക്കിൾ, അപ്പാച്ചെ തുടങ്ങിയവ ചെയ്യുന്നത്. Websites are normally installed in several servers around the network. This is technically called website hosting. നെറ്റ്വർക്കിൽ പലയിടത്തായി ക്രമീകരിച്ചിരിക്കുന്ന സർവറുകളിലായിരിക്കും സാധാരണഗതിയിൽ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഇതിനെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട എല്ലാ കമ്പ്യൂട്ടറുകൾക്കും IP അഡ്രസ്സ് ഉള്ളതുപോലെ തന്നെ എല്ലാ സർവറുകൾക്കും യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ട്. ലെറ്റ്സ് ഗീവ് ദി IP അഡ്രസ് 216.58.197.35 on the address bar of the web browser. Which website will be opened? വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ 216.58.197.35 എന്നുള്ള ഒരു IP അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പണായി വരിക? ഇവിടെ ഓപ്പണായിരിക്കുന്നത് ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. അതായത് 216.58.197.35 എന്നുള്ള IP അഡ്രസ്സ് ഗൂഗിളിൻ്റെ IP അഡ്രസ്സാണ്. ഇങ്ങനെ ഓരോ വെബ്സൈറ്റും ബ്രൗസ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള കുറേ IP അഡ്രസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. 103.251.43.49 എന്നുള്ള ഒരു IP അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴേക്കും നമുക്ക് ഓപ്പണായി കിട്ടുന്നത് ITT സ്കൂളിൻ്റെ വെബ് ബ്രൗസറാണ്. Now you realize that it is not easy to remember an IP address. A method is there to overcome this, connecting these IP address with names that we can easily remember and vice versa. These names are called domain names. Some such domain names are given below: birdsofindia.org, jimb.org, irct.co.in. IP അഡ്രസ്സുകളെ നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള പേരുകളായിട്ട് ബന്ധപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഈ പേരുകളെ വിളിക്കുന്നത് ഡൊമൈൻ നെയിംസ് എന്നാണ്. What we type in a browser is domain names like www.google.com. Domain name server is a service in the internet itself used to identify the corresponding IP address of a domain and vice versa. നമ്മൾ വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന ഡൊമൈൻ നെയിംസ്, എക്സാമ്പിൾ www.google.com എന്നത് കമ്പ്യൂട്ടറുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ IP അഡ്രസ്സാക്കി മാറ്റുകയും IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിം ആക്കി മാറ്റുകയും ചെയ്യുന്നത് ഡൊമൈൻ നെയിം സെർവറാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം അറിഞ്ഞിരുന്നാൽ നമുക്കതിൻ്റെ IP അഡ്രസ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടറിൽ ടെർമിനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻസ് അക്സസറീസ് ടെർമിനൽ എന്ന ഓർഡറിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനലിൽ ഹോസ്റ്റ് സ്പേസ് www.google.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് അവിടെ കാണാൻ സാധിക്കും. ഒരു IP അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരു സർവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഒരേ ഡൊമൈൻ നെയിം തന്നെ വ്യത്യസ്ത IP അഡ്രസ്സുകൾ ഉണ്ടാവാം. ഇപ്പോൾ google.com എന്ന് പറയുന്ന ആ ഒരു സൈറ്റിന്, ആ ഒരു ഡൊമൈൻ നെയിമിന് വ്യത്യസ്തമായിട്ടുള്ള IP അഡ്രസ്സുകളുണ്ട്. കാരണം ധാരാളം ആളുകൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതാണ്. വളരെ തിരക്കേറിയ ഒരു വെബ്സൈറ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വളരെ എളുപ്പം ആളുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സർവറുകളിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഡൊമൈൻ നെയിമിന് വ്യത്യസ്ത IP അഡ്രസ്സുകൾ ഉണ്ടാവാം. സർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സർവർ സോഫ്റ്റ്വെയറിന് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് scholarship.itschool.gov.in, resources.itschool.gov.in തുടങ്ങിയവയെല്ലാം ഒരേ സർവറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. ഒരു സർവറിൽ തന്നെ ഒന്നിലധികം വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ തിരക്കുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ സർവീസിൻ്റെ സ്പീഡും എഫിഷ്യൻസി എല്ലാം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റുകൾ പല സ്ഥലങ്ങളിലുള്ള സർവറുകളിലായിട്ട് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അവയ്ക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള IP അഡ്രസ്സുകളായിരിക്കും. ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സർവറിൽ നിന്നായിരിക്കും കസ്റ്റമർക്ക് സർവീസ് ലഭിക്കുക. അതായത് ഒരേ വെബ്സൈറ്റ് തന്നെ പല IP വിലാസങ്ങളിൽ ഉണ്ടാവും. HTML ലാംഗ്വേജിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പേജിനെയാണ് സാധാരണയായിട്ട് വെബ് പേജ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന പേജ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ചേർത്തിട്ടുള്ള കുറേ വെബ് പേജുകളും
അതുപോലെ തന്നെ അവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമേജസ്, സൗണ്ട്, അനിമേഷൻ, വീഡിയോസ്, സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ എല്ലാ ഫയലുകളും ചേർത്തിട്ടുള്ള ഒരു ഫോൾഡർ ആയിട്ടായിരിക്കും സെർവറിൽ അത് സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ളതിനെയാണ് വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പലതരം രീതിയിലുള്ള വിവരങ്ങളടങ്ങിയ ആ ഫയലിനെയാണ് വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാ നെറ്റ്വർക്കിലും ഫയലുകൾ കൈമാറ്റം ചെയ്യാനായിട്ട് ചില സ്പെഷ്യൽ നോംസ് പാലിക്കേണ്ടതുണ്ട്. അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. HTML ഫയലുകളും അതിൻ്റെ ബാക്കി റിസോഴ്സസും ഷെയർ ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള പ്രോട്ടോക്കോളുകൾ ആവശ്യമാണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന പ്രോട്ടോക്കോളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പ്രോട്ടോകോൾ HTTP പ്രോട്ടോക്കോൾ എല്ലാ സെർവർ കമ്പ്യൂട്ടറുകളിലും ഉണ്ടായിരിക്കും. ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായി നമ്മുടെ കമ്പ്യൂട്ടറിലും HTTP പ്രോട്ടോകോൾ ഉണ്ട്. കേരള കലാമണ്ഡലത്തിലെ വെബ്സൈറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ പല രീതിയിലുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമേജസ്, വീഡിയോസ്, അങ്ങനെ പല രീതിയിലുള്ള ഡാറ്റാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ പിക്ചേഴ്സ് ഇല്ലാത്ത ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് അതിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എല്ലാ പേജുകളുടെയും ലേഔട്ട് ഒരുപോലെയുള്ളതാണ്. കണ്ടൻറ്റിൽ മാത്രമേ മാറ്റമുള്ളൂ. കലാമണ്ഡലത്തിൻ്റെ വെബ്സൈറ്റ് നോക്കുന്ന ഒരാൾക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മോഹിനിയാട്ടം എന്നുള്ള വാക്കിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കുന്നത്. You can see that an information network comprising many pages with hyperlinks to more pages is there on the internet. We can call it the World Wide Web. It works with the HTTP, an application protocol for transferring resources on the internet. A website which has to be transferred by HTTP, apart from its domain name for every file and other resources in it, will have separate addresses. This is called Uniform Resource Locator. The Uniform Resource Locator contains the protocol for exchanging the files, name of the website and the place where it is saved. HTTP പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന ഒരു വെബ് പേജിന് ഡൊമൈൻ നെയിമിന് പുറമെ അതിനകത്തെ ഓരോ ഫയലിനും മറ്റു റിസോഴ്സസിനും പ്രത്യേകമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതിനെ ആ ഫയലിൻ്റെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL എന്നാണ് വിളിക്കുന്നത്. ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിൽ ആ ഫയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രോട്ടോക്കോൾ, വെബ്സൈറ്റിൻ്റെ നെയിം, ഫയൽ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, ഫയൽ നെയിം എന്നിവയെല്ലാം അടങ്ങിയിരിക്കും. എക്സാമ്പിൾ ശ്രദ്ധിക്കാം. http://www.plainenglish.co.uk/file/email.swf. ഫയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോട് ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടോക്കോൾ HTTP എന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് www.plainenglish.co.uk. വെബ്സൈറ്റിൽ ഫയൽ സൂക്ഷിച്ചിരിക്കുന്നത് ഫയൽസ് എന്നുള്ള ഒരു ഫോൾഡറിലാണ്. ഫയലിൻ്റെ പേര് email.swf. This means the animation file email.swf is saved in the folder Files of the site www.plainenglish.co.uk. Anyone can build and maintain a website. Many are making use of this technology for different purposes. Find out the websites given below for various purposes with the help of search engines.